ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് നമ്മളൊരു ഓണം പ്രോഗ്രാമിന് പോവാണ് കേട്ടോ. അപ്പം എൻ്റെ കസിനാണ്, എൻ്റെ കസിൻ്റെ കമ്പനിയിലെ ഓണത്തിൻ്റെ പ്രോഗ്രാമാണ്. അപ്പം ഞാനും പിന്നെ പോകുന്നത് എൻ്റെ കസിൻ്റെ അനിയത്തിയാണ്. ഞങ്ങൾ 3 പേരാണ് അപ്പോൾ പോകുന്നത്. അപ്പോൾ കസിൻ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും അവളുടെ അനിയത്തിയും കൂടെ കുറച്ച് കഴിഞ്ഞ് ഒരു 10-11 മണിയായപ്പോഴത്തേന് പോയപ്പോൾ തന്നെ അവിടെ ഓരോ പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോയപ്പോൾ ഒരു പ്രോഗ്രാം കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് കസേരകളിയായിരുന്നു. അപ്പം ഞങ്ങളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തു കേട്ടോ. അപ്പം ഞാനും അവൾ പറഞ്ഞതേ ഉള്ളൂ, അതായത് കസിൻ്റെ അനിയത്തി പറഞ്ഞതേ ഉള്ളൂ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ അവൾ ഔട്ടായി പോകുന്നു. അവൾ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ അവൾ ഔട്ടായിപ്പോയി. പിന്നെ ഞാനൊരു 4th 5th റൗണ്ട് എങ്ങാണ്ടായപ്പോൾ ഔട്ടായി. കാരണം എൻ്റെ ഫ്രണ്ടിൽ നിന്ന് 2 പേരും, ഒരു ചേട്ടനും ഉണ്ടായിരുന്നു, ഒരു കൊച്ചു പയ്യനും ഉണ്ടായിരുന്നു. അവനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കസേരയിൽ പിടിച്ചിട്ടാണ് ഓടുന്നത്. അപ്പം നമുക്ക് ഓടാൻ പറ്റത്തില്ല, നടക്കാനേ പറ്റൂ. അവൻ ഈ കസേര പിടിച്ചങ്ങ് പോവാം, പാട്ട് എപ്പോഴാണോ സ്റ്റോപ്പ് ആവുന്നത് അപ്പോൾ ഇരിക്കാൻ വേണ്ടി. ആ ചേട്ടനും അതുപോലെ തന്നെ കസേര നോട്ട വിട്ട് പോവും. അതുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഇവർ ആ കസേരയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുക. അങ്ങനെ പിന്നെ ലാസ്റ്റ് ആ ഗ്രീൻ ഷർട്ട് ഇട്ട ചേട്ടൻ തന്നെ ഫസ്റ്റ് വാങ്ങി. പിന്നെ നെക്സ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ സുന്ദരിക്ക് പുട്ടുതൊടിയിലായിരുന്നു. അങ്ങനെ ഓരോരുത്തരൊക്കെ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഞാൻ പോയില്ല, ഞാൻ വെറുതെ കണ്ടുകൊണ്ട് നിന്നേ. കാരണം അതിൽ കുറച്ച് ടൈം കുറവായിരുന്നു. പിന്നെ നമുക്ക് കാരണം 12 മണി 1 മണി ആകുമ്പോഴത്തേനും തന്നെ ഈ പ്രോഗ്രാം എല്ലാം സ്റ്റോപ്പ് ചെയ്യണമല്ലോ. അതുകൊണ്ട് ടൈം കുറവായിരുന്നു. പിന്നെ വരുന്നത് ഒരു പഴുതാര എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമായിരുന്നു കേട്ടോ. അതായത് 4 പേര് വെച്ചിട്ട് ഇങ്ങനെ പഴുതാര പോലെ ഇങ്ങനെ പോകണം. അപ്പോൾ 2 കൊച്ചു കുട്ടികൾ നിന്നിട്ട് അവരെ ഒരു സംഭവമുണ്ട്, മറ്റേ നമ്മുടെ കുറേ വേസ്റ്റ് പ്ലാസ്റ്റിക് സാധനങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് ഗതയൊക്കെ ഇല്ലേ, അതേപോലെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വെച്ചിട്ട് അവരിങ്ങനെ അടിക്കും. അപ്പം ആ ഒരു ബലൂണ് നമ്മൾ താഴെ പോവാതെ കൊണ്ടുപോകണം. അപ്പോൾ ഏത് ടീമാണോ ഫസ്റ്റ് എത്തുന്നത് അവർക്കായിരിക്കും ഫസ്റ്റ് പ്രൈസ്. അങ്ങനെയായിരുന്നു ആ ഒരു ഗെയിം. പിന്നെ നെക്സ്റ്റ് ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബലൂൺ ഉണ്ടല്ലോ, ബലൂൺ നമ്മൾ ഇരുന്ന് പൊട്ടിക്കണം. അതായിരുന്നു നെക്സ്റ്റ് ഗെയിം. അപ്പോൾ കുറച്ച് ബലൂൺ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ബലൂൺ തീർന്നു പോയപ്പം അവരെല്ലാം കൂടെ പിന്നെ ബലൂണെല്ലാം വീർപ്പിച്ചെടുത്തിട്ടായിരുന്നു പൊട്ടിക്കുന്നത്. പിന്നെ നമ്മൾ വന്നിട്ട് ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമായിരുന്നു ഈ അത്തപ്പൂ. ഇത് ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ കാണുന്നത്. എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞപ്പോഴാണ് കാണുന്നത്. കാരണം ആൾക്കാരൊക്കെ നിൽക്കുന്നതുകൊണ്ട് കാണാൻ പറ്റില്ല. ഒരു സൈഡിലൊരു കോർണറിലായിട്ടായിരുന്നു ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്തത് വടംവലിയായിരുന്നു. അപ്പം തന്നെ എനിക്ക് ബോറടിച്ചു തുടങ്ങി. അപ്പം ഞങ്ങൾ 2 പേരും ബോറടിച്ചിട്ട് പിന്നെ അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചുമ്മാ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ കസിനെ ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവളിങ്ങനെ വടം വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് അവളൊന്ന് വീണു. ഞങ്ങളതും കണ്ട് അവളെ കളിയാക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുവാണ്. കണ്ടോ, അവൾ വീണിട്ട് അവിടെ ഇങ്ങനെ പറയുക, നീ കാരണമാണ് ഞാൻ വീണേന്നൊക്കെ. അവിടെ ഫ്രണ്ടിൽ നിന്ന് ആ ചേട്ടൻ്റെ അടുത്ത് പറയാം, നീ കാരണമാണ് ഞാൻ വീണേന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് അവിടെ ഒരു ചേച്ചിയുടെ കുഞ്ഞിനെ ഞങ്ങളുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോയി വടം വലിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളൊന്നും മിണ്ടുന്നില്ല. ഞങ്ങൾ എന്ത് ചോദിച്ചാലും മിണ്ടുന്നില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചത് എന്താ മിണ്ടാതിരിക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളങ്ങ് ആക്റ്റീവായി. അയ്യോ അയ്യോ അപ്പം ഞങ്ങളുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോയപ്പം കുറച്ച് നേരമൊക്കെ മിണ്ടായിരുന്നെങ്കിലും പിന്നെ അവൾ മടിയിൽ നിന്ന് ഇറങ്ങി ഓടുമായിരുന്നു. അപ്പോൾ എൻ്റെ കസിൻ്റെ മടിയിലിരിക്കുമായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് ഓടുക, അവളുടെ അമ്മയെ കാണണം അച്ഛനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവളുടെ അമ്മ എന്തായാലും നൈസിന് വന്ന് അവളെ വിളിച്ച് അവളെ കൂടെ നിർത്തിയേക്കുവാണ്. അയ്യോ കണ്ടേ കാക്കോ കണ്ടേ കണ്ടു.
അന്നെ തൊട്ടോ. കെട്ടിപ്പിടിച്ചേ ഇത് ആനയുടെ കാല് കണ്ടോ? ആനയുടെ കാല് കണ്ടോ? ആനയുടെ വാല് കാണണോ? ആനയുടെ വാല് കാണിക്കാം. ബാ. ആ വാല് മുറിഞ്ഞ ആനയായിരുന്നോ? അതാ ഉടല്ലേ ഉടല്ലേ ഇല്ല. കാണണോ? പൊക്കണോ? അപ്പൊ നിനക്ക് നാക്കുണ്ട്. നോക്കതോ മീൻ നോക്കൂ. അങ്ങനെ ഞങ്ങൾ അവളെ ആനയെ കാണിക്കാനൊക്കെ കൊണ്ടുപോയി. പിന്നെ ഞങ്ങളുടെ കൂടെ തന്നെ അങ്ങ് നിന്ന്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത്രയും നേരം ഭയങ്കരമായിട്ട് അമ്മയെ കാണണം അച്ഛനെ കാണണം എന്നൊക്കെ പറഞ്ഞ് നിന്നാലും പിന്നെ ഞങ്ങളുടെ കൂടെ ഫുൾ ടൈം അവളിങ്ങനെ ഓടിക്കളിക്കുന്നു. ആ ഒരു ടൈമിൽ അവൾ അമ്മയും തിരക്കിയില്ല അച്ഛനെയും തിരക്കിയില്ല. അങ്ങനെ പിന്നെ ഞങ്ങളുടെ കൂടെ ഫുൾ ടൈം ഇങ്ങനെ നടന്ന് വരുമായിരുന്നു. അവൾ ഞങ്ങളെക്കാൾ സ്പീഡിൽ നടക്കുക. പഴുത്ത ലൗലോലിക്ക വേണോ? ചുമന്ന ലൗലോലിക്ക വേണോ? പച്ച ലൗലോലിക്ക? ആ കൊടു ലൗലോലിക്ക വേണം. വേറെ തരാം. വേണ്ട, നീയൊന്നും തിന്നണ്ട. വല്ല വിശക്കായി ആണെങ്കിലോ. ആ ചേച്ചി തിന്നിട്ട് എന്നാ എങ്ങനുണ്ട്? ആ മരത്തിൽ ഫുള്ളും ഇത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ താഴെയെല്ലാം പച്ചയാണ് നിൽക്കുന്നത്, മേളിലോട്ടാണ് പഴുത്തതൊക്കെ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് അത്ര ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ താഴെ നിന്നൊക്കെ പറിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് വേണ്ട, ഭയങ്കരമായിട്ട് പുളിയാണല്ലോ, കുഞ്ഞിന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ നടന്ന് അവിടെ ഫുള്ളിങ്ങനെ ചുറ്റിക്കാണുള്ളൂ. അപ്പോൾ ഈ ഒരു സ്ഥലങ്ങൾ നിങ്ങൾക്ക് എൻ്റെ പഴയ വ്ളോഗ് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഇത് ഗ്രീൻ വാലി തന്നെയാണ്. അപ്പം അവിടെ ഇങ്ങനെ ഞങ്ങൾ ഫുൾ ചുറ്റിക്കറങ്ങായിരുന്നു, കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഇനി ഒരു വട്ടം കൂടെ നിങ്ങൾ ഈ വ്ളോഗ് കാണേണ്ടി വരും. എൻ്റെ കസിൻ്റെ മാരേജ് അടുത്ത മാസമുണ്ട്. അപ്പം ആ ദിവസവും നിങ്ങൾ ചിലപ്പം ഇവിടെയൊക്കെ തന്നെ കാണേണ്ടി വരും കേട്ടോ. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു, പിന്നെ വീട്ടിൽ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.